നിയോഗത്താലേ അന്ന് ശ്രീനന്ദി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കുറച്ചു ദിവസം അതിർവില്ലാതെ എങ്ങനെ തള്ളി നീക്കൂന്ന് ആലോചിച്ചപ്പോ അവളുടെ ഉള്ളു പിടഞ്ഞു. പക്ഷെ തന്റെ ഉള്ളിലെ സങ്കടം അതിർവിനെ അറിയിക്കാതെ അവന്റെ മുന്നിൽ ചിരിച്ചഭിനയിച്ചു നിൽക്കുകയായിരുന്നവൾ. ആര്യൻകുട്ടനെ ഉറക്കി നടുക്ക് കിടത്തി അവന്റെ ഇരുവശവും കിടക്കുകയാണ് അതിർവും ശ്രീനന്ദിയും. മുറിയിലെ ലൈറ്റ് ഓഫാണ്. നന്ദേ, കനത്ത നിശബ്ദതയ്ക്കിടയിൽ അതിർവ് മെല്ലെ വിളിച്ചു. ഒരു മൂളലോടെ ശ്രീനന്ദ അവന് കാതോർത്തു. എടോ, താൻ ഇങ്ങനെ സങ്കടപ്പെടില്ല. 20 ദിവസം എന്ന് പറയുന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലങ്ങ് പോകും. അപ്പോഴേക്കും ഞാനിങ്ങ് വരില്ലേ? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അതിർവ് ആര്യൻകുട്ടനെ ഒരരികിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് നേരെ ശ്രീനന്ദയ്ക്ക് അടുത്തേക്ക് വന്ന് കിടന്നു. പിന്നെ മെല്ലെ അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇട്ടിരുന്ന ടീഷർട്ടിനുള്ളിലൂടി അതിർവിന്റെ നെഞ്ചിൽ അവളുടെ കണ്ണീരിന്റെ ചൂട് പടർന്നു. അതിർവ് ബലപ്പെട്ട് അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. ഇരു കണ്ണിലും മാറി മാറി ചുംബിച്ചു. അവളുടെ കണ്ണീരിന്റെ ഉപ്പുരുചി അവന്റെ അതിരങ്ങൾ അറിഞ്ഞു. നോക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയരുതെന്ന്. നന്ദയുടെ കണ്ണീരല്ല എനിക്ക് കാണേണ്ടത്. നന്ദയുടെ വിജയങ്ങളും സന്തോഷങ്ങളും മാത്രമാണ്. സോറി ഏട്ടാ, പെട്ടെന്ന് അറിയാതെ ഞാൻ. അതൊന്നും സാരമില്ല. തൽക്കാലം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പിന്നെ കോളേജിൽ പോകാനും വരാനും ഊബർ വിളിച്ചാൽ മതി. ബസ്സിലൊന്നും പോകാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഇനി അഥവാ കോളേജിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് താൻ വരാൻ താമസിക്കുവാണെങ്കിൽ മറക്കാതെ അമ്മയെ വിളിച്ചു പറയണം. ഇല്ലെങ്കിൽ അമ്മയും ടെൻഷൻ അടിക്കും. ഞാൻ കൂടി സ്ഥലത്തില്ലാത്തതാ. പിന്നെ പിന്നെ നമ്മുടെ ആര്യൻകുട്ടനെ നല്ലതുപോലെ നോക്കണം. അത് പറയുമ്പോൾ അതിർവിന്റെ സ്വരവും വല്ലാതെ ഇടറിപ്പോയിരുന്നു. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണെങ്കിലും ആ കൊച്ചു പെണ്ണ് അവന്റെ മനസ്സിൽ അത്രയും സ്ഥാനം പിടിച്ചിരുന്നു. അതേട്ടം പറയാതെ എനിക്കറിയാലോ. എന്റെ മോനെ പോലെയല്ലേ ഞാൻ അവനെ കാണുന്നത്. ഇനി നമ്മുടെ ലൈഫിലേക്ക് എത്ര പേര് കടന്നു വന്നാലും എന്റെ ആദ്യത്തെ കുഞ്ഞ് അവൻ തന്നെയാ. ശ്രീനന്ദി അത് പറഞ്ഞതും അതിർവ് അത്രമേൽ പ്രണയത്തോടെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. നാളെ കോളേജിൽ പോകേണ്ടതല്ലേ? ഇനി അതും ഇതും പറഞ്ഞു കിടന്ന് സമയം കളയണ്ട. താൻ ഉറങ്ങിക്കോളൂ. ഏട്ടൻ എന്നത്തേക്ക് പോകേണ്ടി വരും? മിക്കവാറും മറ്റന്നാള് ഞാൻ ഇവിടുന്ന് തിരിക്കും. അതിനു മുമ്പ് നാളെ ഓഫീസിൽ കുറച്ച് ജോലികൾ എനിക്ക് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം താമസിച്ചേ മടങ്ങി വരും. അതിനു മറുപടിയായി ശ്രീനന്ദി ഒന്നും മൂളി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോകാനായിരുന്നു. പക്ഷെ അവനൊരു ഫോൺ കോൾ വന്നു. എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. അതാണ് അതിർവ് മറ്റന്നാൾ പോകുന്നതും. നന്ദിക്ക് സങ്കടമുണ്ട്, അതിർവിനറിയാൻ താനും. അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവനെ ഇറുക്കിപ്പുണർന്നുകൊണ്ട് മെല്ലെ കണ്ണുകൾ അടച്ചവൾ. ഏറെ നേരം അങ്ങനെ കിടന്ന ശേഷമാണ് അവളൊന്ന് മയങ്ങിയത്. അതിർവ് അപ്പോഴും ആലോചനകളെ മുഴുങ്ങി ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. പിറ്റേന്ന് ശ്രീനന്ദ തന്നെയാണ് ആദ്യം ഉണർന്നത്. പാതി മയക്കത്തിൽ കിടക്കുന്ന അതിർവിന്റെ നെറ്റിയിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ട് മെല്ലെ ഫ്രഷാവാനായി പോയി. ശേഷം താഴെ ഇന്ദിരയ്ക്കടുത്തേക്ക് ചെന്നു. ശ്രീനന്ദയുടെ കരഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി അതിർവ് പോകുന്നതിൽ ശ്രീനന്ദയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന്. അവർ അവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്തു. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വരില്ലേ? എന്നാലും അമ്മേ, ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. ഏട്ടനെ ഇത്രയും ദിവസം കാണാതിരിക്കുന്നത് ഓർക്കുമ്പോൾ. പാതിയിൽ പറഞ്ഞു നിർത്തിക്കൊണ്ടവൾ ഇന്ദിരയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. അവരവളെ പതിയെ തട്ടി ആശ്വസിപ്പിച്ചു. അതിർവ് പോകുന്നതിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് ശ്രീനന്ദ പറയുന്ന ഓരോ നിമിഷവും അത് ഇന്ദിരയുടെ സന്തോഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത്രമേലവൾ തന്റെ മകനെ സ്നേഹിക്കുന്നുണ്ട്. അവനുവേണ്ടി താൻ കണ്ടുപിടിച്ച പെൺകുട്ടി എന്നും അവന്റെ ജീവിതത്തിൽ അവനൊരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദിര മനസ്സുകൊണ്ട് ഓർത്തു. അന്നും പതിവ് പോലെ അതിർവ് തന്നെയാണ് നന്ദയെ കോളേജിലേക്ക് കൊണ്ടുവിട്ടത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ തന്നെ കൊണ്ടുവിടാൻ അവനുണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോ ശ്രീനന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൻ കാണാതെ അവൾ ആ കണ്ണീർ തുള്ളികൾ തുടച്ചു മാറ്റി. താൻ കരയുന്നത് അതിർവിന് ഏറ്റവും കൂടുതൽ വിഷമം അവൾ മനസ്സിലോർത്തു. കുറച്ച് ദിവസം ഇനി ക്രിസ്മസിന്റെ ലീവ് ഉണ്ടാകുമല്ലോ തനിക്ക്? അതിർവ് ചോദിച്ചപ്പോ ശ്രീനന്ദ ചിരിയോടെ മൂളി. വീട്ടിലിരുന്നാ പിന്നെ പെട്ടെന്നാണ് സമയം പോകുന്നത്. ആര്യൻകുട്ടനും ഉണ്ടല്ലോ തനിക്കൊപ്പം. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം കേട്ടോ. വെറുതെ ചുമ്മാ അതും ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് വിഷമം വരുന്നത്. അതിർവ് പരമാവധി ശ്രീനന്ദയെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുകയാണ്. അത് അവൾക്കും മനസ്സിലാവുന്നുമുണ്ട്. ശ്രീനന്ദയെ കോളേജിന്റെ മുൻപിലിറക്കി അതിർവിന്റെ കാറ്
കണ്ണിൽ നിന്ന് അകന്നതും ശ്രീനന്ദ നേരെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. പതിവ് പോലെ അവളെ കാത്ത് പാർവതി അവിടെ ഉണ്ടായിരുന്നു. എന്നും ചിരിച്ച മുഖത്തോടെ തനിക്കടുത്തേക്ക് വരുന്ന ശ്രീനന്ദയെ അത്ര തെളിച്ചമില്ലാത്ത മുഖത്തോടെ കണ്ടതും പാർവതിയുടെ കണ്ണുകൾ ചുരുങ്ങി. എന്തുപറ്റി? അതിർവേട്ടനുമായി പിണങ്ങിയോ? പാർവതി തമാശ പോലെ ചോദിച്ചു. ഏയ് ഇല്ല പാറു, ഏട്ടൻ നാളെ മുതൽ ബിസിനസിന്റെ ആവശ്യത്തിനു വേണ്ടി ഹൈദരാബാദ് പോവാണ്. ആഹാ, അതിനാണോ പെണ്ണെ നീ ഇത്ര സങ്കടപ്പെടുന്നത്? ശ്രീനന്ദയുടെ നിറഞ്ഞൊഴുകിയ കണ്ണീർ പെരുവിരൽ കൊണ്ട് തുടച്ചു മാറ്റി പാർവതി ചോദിച്ചു. പക്ഷേ ഏട്ടൻ ഇനി പോയാൽ 20 ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വരൂ. അത് പാർവതിക്ക് ഒരു ഞെട്ടലാണ്. അയ്യോ, അത്രയും ദിവസത്തെ ബിസിനസ് മീറ്റിങ്ങോ? ഏട്ടൻ പറഞ്ഞത് ഏതോ വലിയ കമ്പനിയുമായിട്ടുള്ള കോടികളുടെ ഡീലാണെന്നാ. അപ്പൊ കുറേയേറെ സമയമെടുക്കും അതൊക്കെ ശരിയാക്കി വരാൻ. സാരില്ല, നീ വിഷമിക്കണ്ട. ഏട്ടൻ പോയാൽ എന്തായാലും 20 ദിവസത്തിനുള്ളിൽ ഇങ്ങ് തിരികെ വരില്ലേ? പാർവതി എന്തെല്ലാം പറഞ്ഞിട്ട് ശ്രീനന്ദയുടെ വിഷമം അറിയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കി ശ്രീ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഭാര്യമാരെ പറ്റി. അവരാണെങ്കിൽ ഭർത്താക്കന്മാരെ കാണുന്നത് വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെയാ. എന്തായാലും അത്രയും ലോങ്ങൊന്നും അല്ലല്ലോ ഇത്. മാത്രമല്ല ഹൈദരാബാദ് അല്ലേ. നീ ഒന്ന് വിളിച്ചാൽ അതിർവേട്ടൻ ഓടി വരും, ബിസിനസ് ഒക്കെ മാറ്റി വെച്ചിട്ട്. പാർവതി അത് പറഞ്ഞതു ശ്രീനന്ദയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അയ്യടാ, പെണ്ണിന്റെ മുഖത്തെ നാണം കണ്ടില്ലേ? പാർവതി പറഞ്ഞു. അതെ, നമ്മളിൽ നിന്ന് ഒരുപാട് താമസിച്ചു. വേഗം വാ, ഇല്ലെങ്കിൽ ഫസ്റ്റ് ബെൽ അടിച്ചിട്ട് ക്ലാസ്സിൽ കയറാൻ കഴിയും. അറിയാലോ, ആദ്യത്തെ അവർ തോമസ് സാറിൻ്റെതാ. 5 മിനിറ്റ് പോലും ലേറ്റ് ആയാല് ഹാഫ് ഡേ അറ്റൻഡൻസ് കളയുന്ന ആളാണ്. പാർവതി പറഞ്ഞപ്പോൾ ശ്രീനന്ദയും പാർവതിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് ഓടിക്കയറി. ഭാഗ്യത്തിന് സാറ് വന്നിട്ടില്ല. പാർവതിക്കൊപ്പമുള്ള നിമിഷങ്ങളെല്ലാം ശ്രീനന്ദ ഹാപ്പിയാണ്. അതിർവിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ഇട നൽകാതെ പാർവതി അവളെ ഹാപ്പിയാക്കി വെച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പാർവതിയെ കൂട്ടാനായി അവളുടെ അച്ഛൻ വന്നു. നീ എങ്ങനെയാണ് ശ്രീ പോകുന്നത്? ഞാനിന്ന് യൂബർ വിളിച്ചാ പോകുന്നേ. ഏട്ടൻ ഓഫീസിൽ കുറച്ച് ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് അല്പം വൈകിയേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർവതിയുടെ അച്ഛൻ വന്നപ്പോഴേക്കും അവൾ അച്ഛനോടൊപ്പം പോയി. ശ്രീനന്ദ യൂബറിന് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്നു. വണ്ടി വരാൻ അല്പം താമസിച്ചതുകൊണ്ട് തന്നെ ശ്രീനന്ദ വീട്ടിലെത്താനും അല്പം വൈകി. എന്തു പറ്റി മോളെ, ഇന്നെന്താ ഇത്രയും താമസിച്ചത്? വഴിക്കണ്ണുമായി ശ്രീനന്ദയെ കാത്തുനിന്ന ഇന്ദിര ചോദിച്ചു. അതമ്മേ, യൂബർ ബുക്ക് ചെയ്തിട്ട് വണ്ടി വരാൻ ഇന്ന് അല്പം ലേറ്റായി. ഞാൻ കരുതി ഇനി മോൾക്ക് വല്ല സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടായിരിക്കുമെന്ന്. ഏയ്, അങ്ങനൊന്നും അല്ലമ്മേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും വിളിച്ചു പറയും. അവരിരുവരും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഇന്ദിര അതർവിന് മീറ്റിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. ഏട്ടൻ ഇതൊക്കെ കൊണ്ടുപോകുമോ അമ്മേ? 20 ദിവസത്തേക്കല്ലേ പോകുന്നത്? അവന് വലിയ താല്പര്യമൊന്നും ഇല്ല മോളെ. പക്ഷെ ഞാൻ നിർബന്ധിച്ചു കൊടുത്തുവിടും, എന്റെ ഒരു മനസ്സമാധാനത്തിനെ. ഇന്ദിര ചിരിയോടെ പറഞ്ഞപ്പോ ശ്രീനന്ദയും അവരുടെ ചിരിയിൽ പങ്കുചേർന്നു. അവന്റെ അയൺ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മോളെ. ഇനിയിപ്പോ അവൻ വന്ന് ഇതെല്ലാം ഒന്ന് പെട്ടിയിലെടുത്താൽ മതി. നാളെ വെളുപ്പിനാണ് ഫ്ലൈറ്റ്. അവൻ മോളോട് പറഞ്ഞിരുന്നോ? ഓ അമ്മേ, ഇന്നലെ രാത്രിയിലേട്ടൻ പറഞ്ഞിരുന്നു. മോളെങ്കിലും ഒരു കാര്യം ചെയ്യ, വേഗം പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങി വാ. അമ്മ എപ്പോഴേക്കും ചായ എടുത്തു വെക്കാം. ലിവിംഗ് റൂമിൽ TV കണ്ടുകൊണ്ടിരുന്ന ആര്യൻകുട്ടിന്റെ തലയിൽ മൃദുവായി ഒന്ന് തഴുകിക്കൊണ്ട് ശ്രീനന്ദ മുകളിലേക്ക് നടന്നു. അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ട്. അതിർവില്ലാത്ത കുറച്ച് ദിവസങ്ങൾ എങ്ങനെ കടന്നുപോകുമെന്ന് ആലോചിച്ചപ്പോ ശ്രീനന്ദ കണ്ണുകൾ ഇറുക്കിയടിച്ച് തന്റെ ഉള്ളിൽ ഇപ്പോൾ നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന വികാരത്തെ ശമിപ്പിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ ബാത്റൂമിലേക്ക് കയറി കുളിച്ച് ഫ്രഷായി തിരികെ താഴേക്ക് ഇറങ്ങി വന്നു. ആ രാത്രി ഏറെ വൈകിയാണ് അതിർവ് വീട്ടിലേക്ക് വന്നത്. ഏകദേശം 9 മണിയോളമായി അവൻ വന്നപ്പോ. ആ സമയം ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കാർക്കും ഉറക്കമൊന്നുമില്ലേ? അതിർവ് അകത്തേക്ക് വന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാരും ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ, ശ്രീനന്ദ സ്നേഹത്തോടെ പറഞ്ഞു. മോനെ, നിനക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അമ്മ എടുത്തവിടെ വെച്ചിട്ടുണ്ട്. നീ പെട്ടി എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം അതിലേക്ക് പാക്ക് ചെയ്യുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്ന് പാക്ക് ചെയ്യാം അമ്മേ. നിങ്ങളേക്ക് ആഹാരം കഴിച്ചോ? ഇല്ലടാ, നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എങ്കിലൊരു കാര്യം ചെയ്യും, ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതിനുശേഷം നമുക്കെല്ലാവർക്കും ആഹാരം കഴിക്കാം. അതിർവ് പറഞ്ഞതുപോലെ അല്പസമയത്തിന് ശേഷം തന്നെ അവൻ റെഡിയായി താഴേക്ക് വന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. മോനെ, നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? മാധവൻ വീണ്ടും ചോദിച്ചു. അച്ഛാ, നാളെ ഏർലി മോർണിംഗ് 5:30 ഫ്ലൈറ്റ്. പിന്നെ എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ
ഓഫീസിലെ തരുൺ വരും. ആണോ? ഓക്കേടാ. എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കയറി ചെല്ലുന്ന മുറിയിലേക്ക് അന്ന് കടന്നു ചെല്ലുമ്പോൾ ശ്രീനന്ദിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. നാളെ മുതൽ ഈ മുറിയിൽ അധ്രുവിന്റെ പ്രസൻസ് ഉണ്ടാവില്ലല്ലോ എന്നോർത്ത് അവളുടെ ഹൃദയം പിടഞ്ഞു. മുഖത്ത് വെളിവായ നോവ് അവൾ മറച്ചു വെച്ചുകൊണ്ട് അഥർവിന്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിന്നു. ആരുങ്കുട്ടാ, നോക്ക്, അച്ഛൻ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ തിരികെ വരൂ. ആന്റിയോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ ആന്റി പറയുന്നതൊക്കെ അനുസരിക്കണം. അച്ഛൻ വരുമ്പോ ആരുങ്കുട്ടൻ എന്താ കൊണ്ടുവരേണ്ടത്? എനിക്ക് എനിക്ക് ചോക്ലേറ്റ്സ് മതി, കൊഞ്ചലോടെ കുഞ്ഞിച്ചക്കം പറഞ്ഞു. ശേഷം അഥർവ് നേരെ ശ്രീനന്ദയ്ക്ക് അരികിലേക്ക് വന്നു. ആര്യനപ്പോൾ ടാബെടുത്തു അതിൽ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. ഇനി ഞാൻ വരുമ്പോ എന്റെ ഭാര്യയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? എനിക്കൊന്നും കൊണ്ടുവരണ്ട, ഏട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. അങ്ങനല്ല, എന്തെങ്കിലും പറയടോ. പ്രത്യേകിച്ചൊന്നും ഇല്ല ഏട്ടാ. ഏട്ടൻ ഇവിടെ കണ്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. ഓക്കെ, ഡൺ. അഥർവ് അത് പറഞ്ഞു. പിന്നെ എല്ലാവരും ഉറങ്ങാനായി കിടന്നു. അഥർവിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ശ്രീനന്ദ പുലർച്ചെ വരെ ഉറങ്ങാതെ കിടന്നു. ശ്രീനന്ദ അറിയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് അഥർവ് എഴുന്നേൽക്കുന്നതും എയർപോർട്ടിലേക്ക് പോകാനായി റെഡിയാകുന്നതുമൊക്കെ. പക്ഷെ മുഖം ഉയർത്തി അവനെ നോക്കിയാൽ താൻ പൊട്ടി കരിഞ്ഞു പോകുമോ എന്ന് ഭയത്താൽ അവൾ തലയിണയിൽ മുഖം പൂഴ്ത്തി അതേ കിടപ്പ് കിടന്നു. നന്ദേ, ഞാൻ ഇറങ്ങുക. അഥർവ് അവൾ കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ശ്രീനന്ദ മെല്ലെ തലയിണയിൽ നിന്ന് മുഖം ഉയർത്തി. ചുവന്നു പോയിരുന്ന പെണ്ണിന്റെ മൂക്കിൻ തുമ്പും കവിൾത്തടങ്ങളുമെല്ലാം ഒരേങ്ങലോടെ അവൾ അഥർവിനെ ചുറ്റിപ്പിടിച്ചു. പിന്നെ അവന്റെ മുഖത്തും കവിളിലും കഴുത്തിലുമൊക്കെ മാറി മാറി ചുംബിച്ചു. ശ്രീനന്ദയുടെ നെറ്റിയിൽ ഒന്നും മുത്തിക്കൊണ്ട് അഥർവ് കൺകോണിൽ പടർന്ന നനവ് മെല്ലെ ചൂണ്ടുവിരൽ തുമ്പിന് ഒപ്പി മാറ്റിക്കൊണ്ട് കിടന്നുറങ്ങുന്ന ആര്യൻകുട്ടിനെ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവളെ തിരിഞ്ഞു നോക്കാതെ അവൻ താഴേക്കിറങ്ങി. പിന്നാലെ തന്നെ ശ്രീനന്ദ ഇറങ്ങിച്ചെന്നിരുന്നു. താഴെ ലൈറ്റുകളെല്ലാം ഓണായിരുന്നു. അവൾക്ക് തോന്നി ഇന്ദ്രയും മാധവനും അഥർവിനെ യാത്രയാക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടെന്ന്. ഇന്ദ്രയും വല്ലാത്ത വിഷമത്തിലായിരുന്നു. നേരിയതിന്റെ തുമ്പെടുത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ മിഴുനീരൊപ്പി മാറ്റുകയും കണ്ണും മുഖവും അമർത്തി തുടയ്ക്കുകയും വായ പൊത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഥർവ് എല്ലാവരോടും യാത്ര പറഞ്ഞു. മെല്ലെ അവന്റെ കാറ് കണ്ണിൽ നിന്നകന്നതും ശ്രീനന്ദ മുകളിലേക്ക് ഓടിപ്പോയി. പിന്നാലെ ഇന്ദ്രയും വാതിൽ ചേർത്തടച്ച് ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് മാധവൻ മുറിയിലേക്ക് ചെന്നപ്പോ ഇന്ദിര കട്ടിൽ ക്ലാസ്സിൽ ചാരിയിരുന്ന് കരയുകയാണ്. എന്റെ ഇന്ദിരെ, താൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിതിപ്പോ എന്തു ചെയ്യും? എടോ, ഈ സമയത്ത് ശ്രീനന്ദയ്ക്കൊരു ആശ്വാസം പകരേണ്ടത് നമ്മളല്ലേ? അതൊന്നും ചിന്തിക്കാതെ താൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താകും? എന്നാലും മാധവേട്ട, എന്റെ മോൻ. ഇന്ദിര വിങ്ങലടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. എടോ, മുമ്പ് അവൻ എബ്രോഡ് പഠിക്കാൻ പോയപ്പോഴൊക്കെ ഇതിലും കൂടുതൽ സമയം നമ്മൾ അവനെ വിട്ടകന്ന് നിന്നില്ലേ? അതുപോലെയാണോ ഇപ്പോ? എന്താ ഇത്ര പ്രത്യേകത? അങ്ങനല്ല, അഥർവും ശ്രീനന്ദയും തമ്മിൽ ഒന്നടുത്ത് വരുന്ന സമയമായിരുന്നു. അപ്പോഴേക്കും ഈ ബിസിനസ് ട്രിപ്പ് ഇത് വേണ്ടായിരുന്നു അല്ലേ മാധവേട്ട? എടാ, താൻ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അവൻ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് ബിസിനസ്സിൽ നല്ലൊരു നിലയിലെത്താന്. ആ സമയത്ത് അവനെ എൻകറേജ് ചെയ്ത് ഒപ്പം നിൽക്കേണ്ടവരാണ് നമ്മൾ. മാധവൻ ഒരുവിധം ഇന്ദിരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. റൂമിലേക്ക് ഓടിക്കയറുമെന്ന് ശ്രീനന്ദ അഥർവ് മാറിയിട്ട് ടീഷർട്ട് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്നു. കരഞ്ഞു കരഞ്ഞ് മെല്ലെ എപ്പോഴും അവൾ ഉറങ്ങി. രാവിലെ ആദ്യം ഉണർന്നത് ആര്യൻകുട്ടനാണ്. ശ്രീനന്ദ ഉറങ്ങാൻ ലേറ്റായതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും താമസിച്ചു. ആന്റി, ആന്റി എഴുന്നേക്കുന്നില്ലേ? ആര്യൻകുട്ടൻ തൊട്ടു വിളിക്കുമ്പോൾ ശ്രീനന്ദ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറക്കാനായി അല്പം പാടുപെട്ടു. പകഞ്ഞു മാറ്റിയിട്ട കർട്ടനിടയിലൂടി സൂര്യപ്രകാശം മുറിയിലാകമാനം ചിത്രങ്ങൾ തീർത്തു. ശ്രീനന്ദ ഒരു ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കി. സമയം 7 മണിയോടടുത്തിരിക്കുന്നു. പിന്നെ പെട്ടെന്ന് ആര്യൻകുട്ടനെ എടുത്തുകൊണ്ട് അവൾ താഴേക്ക് ചെന്നു. ഇന്ദിരയ്ക്ക് മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവരതൊന്നും മുഖത്ത് പ്രകടിപ്പിച്ചില്ല. സാധാരണ പോലെ തന്നെ അവർ ശ്രീനന്ദയോട് പെരുമാറി. ആര്യൻകുട്ടനെ ഇന്ദിരയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ശ്രീനന്ദ ഫ്രഷായി യൂണിഫോം ഒക്കെ ഇട്ട് താഴേക്ക് വന്നു. ശേഷം ഇന്ദിര ആര്യൻകുട്ടനെ സ്കൂളിൽ പോകാനായി റെഡിയാക്കി. മോളെ, നാളെ മുതൽ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ? അതെ അമ്മേ. ഓ, അപ്പോൾ ഇനി രണ്ടാൾക്കും 10 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. ഓണം
ഓണം കഴിഞ്ഞ് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ക്രിസ്തുമസും വന്നു അല്ലേ മാധവേട്ട? ആഹാരം കഴിക്കാനായിരുന്ന മാധവനോടായി ഇന്ദിര പറഞ്ഞു. അതെ അതെ, ദിവസങ്ങൾ എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്. ആഹാരം കഴിച്ച് അധികനേരം വീട്ടിൽ നിൽക്കാതെ ശ്രീനന്ദ ഊബർ ബുക്ക് ചെയ്തു. അച്ഛനോടും അമ്മയോടും ആര്യൻകുട്ടനോടും യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കോളേജിലേക്ക് പുറപ്പെട്ടു. പാർവതിക്കൊപ്പം ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ശ്രീനന്ദ വല്ലാണ്ട് സൈലന്റായി പോയിരുന്നു. അഥർവ പോയതിന്റെ വിഷമമായിരിക്കും അതെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവളോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ച് അവളുടെ മനസ്സ് വീണ്ടും വിഷമിപ്പിക്കാൻ നിന്നില്ല പാർവതി. അപ്പോഴേക്കും ക്ലാസ്സിലെ പ്യൂൺ വന്നിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊരു എക്സാം ഉണ്ട്. അതിന്റെ ടൈം ടേബിൾ ആയിരുന്നു അത്. ശ്രദ്ധയോടെ ടീച്ചർ പറഞ്ഞു കൊടുത്ത ടൈം ടേബിൾ അവരെല്ലാവരും ബുക്കിലേക്ക് പകർത്തി എഴുതി. ഓ, 10 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതാ, അപ്പോഴാ എക്സാം. പാർവതി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അലസതയോടെ പറഞ്ഞു. ഈ ക്രിസ്മസിന് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ശ്രീനന്ദ ചോദിച്ചു. ഏട്ടൻ വരൂന്ന് പറഞ്ഞു, അതുകൊണ്ട് മിക്കവാറും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകും. അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട് സ്ഥലം ചൂസ് ചെയ്യാൻ. ഞാൻ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ? പെട്ടെന്ന് പാർവതി ചോദിച്ചപ്പോൾ ശ്രീനന്ദയുടെ മുഖം വാടി. ഏട്ടനില്ലല്ലോ ഈ ക്രിസ്മസിന്, അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾ എവിടേക്കും പോവില്ലായിരിക്കും. അത് സാരമില്ല, ചിലപ്പോൾ നിന്റെ ഏട്ടൻ വന്നിട്ട് നിങ്ങളെ എല്ലാവരെയും എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകുമായിരിക്കും. പാർവതി ശ്രീനന്ദയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ശ്രീനന്ദയുടെ ഫസ്റ്റ് ഇന്റർവെല്ലിന്റെ സമയത്ത് തന്നെ അവൾ കതിർവിന്റെ മെസ്സേജ് വന്നു. അവൻ ഹൈദരാബാദിൽ എത്തിയെന്നും പറഞ്ഞു. വീണ്ടും സങ്കടം വന്നവൾക്ക്. പിന്നെ അവൻ അവന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണല്ലോ പോയതെന്ന് ഓർത്തപ്പോൾ സന്തോഷവും തോന്നി. വൈകുന്നേരം ആയപ്പോഴേക്കും ശ്രീനന്ദയും പാർവതിയും പരസ്പരം യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇനി 10 ദിവസങ്ങൾക്ക് ശേഷമല്ലേ കാണാൻ കഴിയൂ. രണ്ടുപേർക്കും ഒരുപോലെ സങ്കടമുണ്ട്. അതിനൊപ്പം തന്നെ 10 ദിവസം വീട്ടിലിരിക്കാമല്ലോ എന്ന് സന്തോഷവും. വീട്ടിലേക്ക് ചെന്നപാടെ ശ്രീനന്ദ ബാഗും സാധനങ്ങളും എല്ലാം മുറിയിൽ വെച്ച് നേരെ അഥർവിന്റെ റൂമിലേക്ക് പോയി. ബാൽക്കണിയിൽ അഥർവ് ഇരിക്കാറുള്ള ആ ടേബിളിൽ അവന്റെ ചെയറിൽ ഏറെ നേരം മൗനമായി ഇരുന്നവൾ. അഥർവ് തനിക്ക് അടുത്ത് എവിടെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ അവളിൽ പടർന്നു. അതേസമയം തന്നെയാണ് അഥർവിന്റെ ഫോൺ കോൾ ശ്രീനന്ദയെ തേടിയെത്തിയത്. അഥർവ് വിളിക്കൂന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഫോൺ അവൾ താഴത്തും തറയിലും വെക്കാതെ കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. വീഡിയോ കോൾ ആയിരുന്നത്. സ്ക്രീനിനപ്പുറം അഥർവിന്റെ മുഖം കണ്ടതും ശ്രീനന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പക്ഷേ ചിരിച്ച മുഖത്തോടെ തന്നെ അവനെ നോക്കിക്കണ്ടു. ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ? അഥർവ് ചോദിച്ചു. അതെ ഏട്ടാ, ദാ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഏട്ടൻ ഇരിക്കാറുള്ള ഈ ബാൽക്കണിയിൽ വന്ന് ഇരിക്കുവാണ്. പെട്ടെന്ന് നന്ദ അത് പറഞ്ഞപ്പോൾ അഥർവിന് വല്ലാതെ വിഷമം വന്നു. നന്ദ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. നന്ദയോടെ സന്തോഷമായിട്ടിരുന്നാലേ എനിക്കിവിടെ നല്ല രീതിയിൽ എൻ്റെ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ കഴിയും. അഥർവ് അത് പറഞ്ഞതും ശ്രീനന്ദ പെട്ടെന്ന് നിറഞ്ഞു വന്ന കണ്ണുകളൊക്കെ അമർത്തി തുടച്ച് ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. ആര്യൻകുട്ടൻ എവിടെ? ആര്യൻകുട്ടൻ താഴെ ഇരുന്ന് ടി വി കാണുന്നു. ഇനിയിപ്പോ 10 ദിവസം കോളേജിൽ പോകണ്ടല്ലോ. അതെ ഏട്ടാ, ഇന്നു മുതൽ അവധിയാ. പാറുവിന് വലിയ വിഷമമായിരുന്നു. ഇനി 10 ദിവസത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന്. 10 ദിവസമൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോൾ പോവില്ലേ നന്ദേ? അഥർവ് ചിരിയോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, താൻ പോയി ഫ്രഷ് ആയിക്കോ. ദാ യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ലല്ലോ താൻ. ഞാൻ അമ്മയെ വിളിച്ചോളാം, ആര്യൻകുട്ടനോട് സംസാരിക്കാനും. ശരിയേട്ടാ. അഥർവ് ഫോൺ വെച്ച് കഴിഞ്ഞതും ശ്രീനന്ദ വീണ്ടും അതേ ഇരിപ്പ് തുടർന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവൾ ഫ്രഷ് ആയിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. മോളെ, അഥർവ് വിളിച്ചായിരുന്നു നിന്നെ? താഴേക്ക് പടികൾ ഇറങ്ങി വരുന്ന ശ്രീനന്ദയെ കണ്ടതും ഇന്ദിര ചോദിച്ചു. വിളിച്ചിരുന്നമ്മേ, മറുപടി പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ആര്യൻകുട്ടന്റെ അരികിലേക്ക് ചെന്നിരുന്നു. അവൻ ടി വിയിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊപ്പം അവളും ഏറെ നേരം ഇരുന്നു. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ മെല്ലെ ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് ഇന്ദിര തുളസിത്തറയിൽ വിളക്ക് കൊളുത്താൻ പറഞ്ഞത്. പിന്നെ ശ്രീനന്ദ നേരെ പൂജാമുറിയിലേക്ക് ചെന്ന് തിരി തെളിയിച്ച് പ്രാർത്ഥിച്ച ശേഷം ചിരാതിൽ ദീപം പകർന്നുകൊണ്ടുവന്ന് തുളസിത്തറയെ കൊണ്ടുവച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു ആ പടിക്കെട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അഥർവിന്റെ ആഗ്രഹം പോലെ അവൻ പോയിരിക്കുന്ന പ്രോജക്റ്റ് അവന് തന്നെ കിട്ടണേന്ന്. എത്രയും പെട്ടെന്ന് അഥർവേട്ടൻ പോയതിനേക്കാൾ സന്തോഷത്തിൽ തനിക്കടുത്തേക്ക് തിരികെ മടങ്ങി വരണേന്ന്. അതൊക്കെ തന്നെയായിരുന്നു ശ്രീനന്ദയുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നത്. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു.
അഥർവിന്റെ അസാന്നിധ്യം വീട്ടിൽ പ്രകടമാകും വിധമായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം. അഥർവ് വരില്ലെന്നറിയാമെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുമ്പോൾ ശ്രീനന്ദ ഉമ്മറപ്പടിയിൽ പോയി അവനെയും പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഇരിക്കും. പിന്നെ ഇന്ദിര വന്ന് ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോഴാണ് അവൾ അകത്തേക്ക് കയറി പോകുന്നത്. അവളുടെ വിഷമം മാധവനെ ഇന്ദിരയും ഒരുപോലെ വേദനിപ്പിച്ചു. എങ്കിലും ബിസിനസിന്റെ തിരക്കുകൾക്കിടയിലും അഥർവ് സമയം കിട്ടുമ്പോഴെല്ലാം ശ്രീനന്ദയെ വിളിക്കാറുണ്ടായിരുന്നു. അതിന് കഴിയാത്തപ്പോൾ മെസ്സേജ് ഇടും. എപ്പോഴും അവനില്ലായ്മ അവളെ അറിയിക്കാതിരിക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ക്രിസ്മസ് കടന്നുപോയി. അഥർവില്ലെങ്കിൽ പോലും ആര്യക്കുട്ടനും ശ്രീനന്ദ ഉള്ളതുകൊണ്ട് ഇന്ദിര അപ്പവും ബീഫും എന്നും വേണ്ട എല്ലാ സ്പെഷ്യലും ഉണ്ടാക്കിയിരുന്നു. ഡിസംബർ 31-ാം തീയതി രാവിലെ ഇളമ്പയിലേറ്റ് ബാൽക്കണിയിൽ ഇരിക്കുവാണ് ശ്രീനന്ദ. തലേന്ന് രാത്രി പെയ്ത മഴയുടെ അവശേഷിപ്പുകൾ വെള്ളത്തുള്ളികളായി ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. വെള്ളത്തുള്ളികളിൽ ഇളം വെയിൽ പതിക്കുമ്പോൾ അതിങ്ങനെ തിളങ്ങും. അതൊരു മനോഹരമായ കാഴ്ചയാണ്. അഥർവ് ഹൈദരാബാദിലേക്ക് പോയിട്ടിപ്പോൾ 12 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശ്രീനന്ദ ഉച്ചയ്ക്കത്തെ ആഹാരമൊക്കെ കഴിച്ച ശേഷം ഉച്ചമയക്കത്തിനു വേണ്ടി റൂമിലേക്ക് പോയതാണ്. അവൾക്ക് പിന്നാലെ തന്നെ ആര്യൻകുട്ടനും ഉണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് കിടക്കാൻ പോകുമ്പോൾ അവൾ ആര്യനെ ഒപ്പം പിടിച്ച് കിടക്കും. കഥയൊക്കെ പറഞ്ഞു കിടന്ന് രണ്ടുപേരും അല്പനേരം മയങ്ങും. പിന്നെ ചായ കുടിക്കാനുള്ള സമയമാകുമ്പോഴേക്കും എഴുന്നേറ്റ് വരും. ഇന്ദിര ആ സമയം വെറുതെ ഗാർഡനിൽ ഇരിക്കുമ്പോഴാണ് അഥർവിന്റെ കോള് അവരെ തേടിയെത്തിയത്. സന്തോഷത്തോടെ സംസാരിച്ചു തുടങ്ങിയവർ അഥർവ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും കേട്ട് ഇന്ദിരയുടെ ചൊടികളിൽ കൂടുതൽ സന്തോഷം വിരിഞ്ഞു. അപ്പോഴാണ് ചെടി നനച്ചുകൊണ്ട് നിന്ന മാധവൻ അവർക്കടുത്തേക്ക് വന്നത്. എന്തു പറ്റി ഇന്ദിര? താൻ ഭയങ്കര ഹാപ്പിയാണല്ലോ. അഥർവ് കോൾ അവസാനിപ്പിച്ചതും മാധവൻ പറഞ്ഞു. അഥർവ് അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അതേപടി മാധവനോടും പറഞ്ഞു. ഇന്ദിരയുടെ മുഖത്തുള്ളതിനേക്കാൾ കൂടുതൽ തെളിച്ചുമേറിയ ഒരു പുഞ്ചിരി മാധവന്റെ മുഖത്തും വിടർന്നു. അത് കൊള്ളാലോ. അല്ലെങ്കിലും അവൻ എന്റെ മോനല്ലേ. മാധവൻ ഇന്ദിരയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവരുടെ മുഖത്തൊരു നാണം കലർന്ന പുഞ്ചിരി വിടർന്നു. ഇതിനിടയിൽ പാർവതിയും കുടുംബവും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയത് മൂന്നാറിലേക്കാണ്. തനിച്ചും ഫാമിലിയായും ഒക്കെയുള്ള ഫോട്ടോസ് ഒരുപാട് പാർവതി ശ്രീനന്ദയ്ക്ക് അയച്ചു കൊടുത്തു. ഉറക്കം എഴുന്നേറ്റിരുന്ന ശ്രീനന്ദയുടെ കണ്ണുകൾ ആ ഫോട്ടോസിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ അഥർവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളും ഇപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും പോയി ന്യൂ ഇയർ ആഘോഷിക്കേണ്ടതായിരുന്നു. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ശ്രീനന്ദയിൽ നേരിയ നിരാശ പടർന്നു. ഏട്ടൻ വന്നിട്ട് ഏട്ടനോട് പറയണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെന്ന് ശ്രീനന്ദ ആഗ്രഹത്തോടെ മനസ്സിലോർത്തു. പതിവ് പോലെ തന്നെ കുളിച്ച് തുളസിത്തറയിൽ വിളക്കൊക്കെ വെച്ച് വെറുതെ വൈകുന്നേരം അവൾ ഉമ്മറപ്പടിയിൽ തന്നെ ഇരുന്നു. ഇന്ദിര ഒന്ന് വിളിച്ചപ്പോൾ ആഹാരം കഴിച്ചു. ലിവിംഗ് റൂമിൽ ആര്യൻകുട്ടനൊപ്പം ഇരിക്കുവാണ് ശ്രീനന്ദ. ഉറക്കം മിഴികളെ പുലുകിയതും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മോൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദിര പറഞ്ഞതും ശ്രീനന്ദ ആര്യന്റെ നേർക്ക് തിരിഞ്ഞു. ആര്യൻ, വാ, നമുക്ക് ഉറങ്ങാൻ പോകാം. ആന്റി, ഈ കാർട്ടൂണിന്റെ മെഗാ എപ്പിസോഡാ ഇന്ന്. ഞാനിത് ഫുള്ളും കണ്ടിട്ടേ ഉറങ്ങുന്നുള്ളൂ. അവൻ വാശിയോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ മോള് പോയി കിടന്നു. അവനിത് കണ്ടു കഴിയുമ്പോൾ അമ്മ അവനെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുവരാം. ശരിയമ്മേ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ധൃതിയിൽ മുകളിലേക്കുള്ള പടികൾ ഒന്നൊന്നായി കയറിപ്പോയി. ചെന്ന് കിടന്ന മാത്രമേ തന്നെ അവൾ ഉറക്കം പുലുക്കി. വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു പെണ്ണിന്. സമയമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. റൂമിലാകമാനം ഇരുട്ട് പടർന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ശ്രീനന്ദ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും കനമുള്ള എന്തിലോ അവളൊന്ന് തട്ടി. മെല്ലെ തൊട്ടു നോക്കുമ്പോൾ അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. ഉറക്കച്ചടവിലായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വെപ്രാളത്തോടെ അലറിക്കൊണ്ട് ശ്രീനന്ദ പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ചതും ഒരു കൈ വന്നവളുടെ വാ പൊത്തി. നന്ദേ, ഇത് ഞാനാ. അവന്റെ സ്വരം കാതിൽ പതിഞ്ഞതും ശ്രീനന്ദ താനിപ്പോ ഒരു സ്വപ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു. ദേ, വേണ്ടാട്ടോ, എപ്പോഴും ഇതുപോലെ സ്വപ്നത്തിൽ വന്നു പറ്റിക്കും. ഇത്തവണ ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. പരിഭവം പറഞ്ഞപ്പോൾ ശ്രീനന്ദയുടെ അതിരങ്ങൾ കോർത്തു പോയിരുന്നു. അഥർവിന്റെ ഓർമ്മകൾ മനസ്സിലെപ്പോഴും ഉള്ളതുകൊണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അഥർവ് അരികിൽ വരുന്നത് പോലെ തോന്നാറുണ്ട്. ഇതും അതുപോലെ തന്നെയാണെന്ന് പെണ്ണ് കരുതിയിരുന്നത്. അഥർവ് മെല്ലെ റൂമിലെ ബെഡ് ലാമ്പ് തെളിയിച്ചു.
നേർത്ത മഞ്ഞ വെളിച്ചം മുറിയിൽ ആകമാനം പടർന്നു. ദേ നോക്ക്, ഞാൻ തന്നെ ഇത്. ആദർവിന്റെ മുഖം ഏറെ ദിവസങ്ങൾക്ക് ശേഷം അത്രയും അടുത്ത് കണ്ടതും ശ്രീനന്ദ ആർത്തിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നെറ്റിയിലും മുഖത്തും കണ്ണിലും കഴുത്തിലും എല്ലാം മാറി മാറി ചുംബിച്ചു. കട്ടിലിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവന്റെ മുഖം പിടിച്ച് തന്റെ മാറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവന്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ മൃദുലതയിൽ അവന്റെ മുഖം അമർന്നപ്പോൾ ഇരുവരും ഒരുപോലെ വെട്ടി വിറിച്ചുപോയി. ആദർവ് അവളെ വലിച്ച് താഴ്ത്തി തന്റെ മടിയിലേക്ക് ഇരുത്തി. പിന്നെ മെല്ലെ ആ അതരങ്ങളിലേക്ക് ചുണ്ടു ചേർത്തു. ഏറെ നേരം ഇരുവരും പരസ്പരം മത്സരിച്ച് അതരങ്ങൾ നുണഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ വായിൽ ചോര ചുവപ്പ് പടർന്നതും ആദർവ് അകന്നു മാറിയത്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. പ്രണയാതുരമായി അവന്റെ സ്വരം വീണ്ടും കാതിൽ മുഴങ്ങിയതും ഞെട്ടലോടെയാണ് ശ്രീനന്ദി ഓർത്തത്. ഇന്ന് തന്റെ പിറന്നാളാണല്ലോ എന്ന്. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 12:05. അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. അവൻ ആ കണ്ണീർ തുള്ളികൾ കൺകോണിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നതിന് മുമ്പ് ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കരയരുതെന്ന്. അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് അതിർവ് പറഞ്ഞതും ശ്രീനന്ദ അവനെ ഇറുകിപ്പുണർന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അതേ ഇരിപ്പിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ? വീണ്ടും അതിർവിന്റെ സ്വരം. അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഒപ്പം അവൻ എന്താകും തനിക്ക് തരാൻ പോകുന്നത് എന്നറിയാനൊരു ആകാംക്ഷയും. അതിർവ് അവന്റെ സ്യൂട്ട് കേസ് തുറന്നു. അതിൽ നിന്ന് 2 ബോക്സുകളുമായി അവൻ കട്ടിലേക്ക് വന്നിരുന്നു. ശേഷം അതിലൊരു ബോക്സ് തുറന്നുകൊണ്ട് അവളുടെ മുഖത്തിന് നേർക്ക് പിടിച്ചു. ഭംഗിയുള്ള ഒരു ഡയമണ്ടിന്റെ നെക്ലസും അതിന് പെയറായി വരുന്ന ഇയറിങ്സുമായിരുന്നു അതിലുണ്ടായിരുന്നത്. ശ്രീനന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഡയമണ്ടിന്റെ കല്ലുകളുടെ തിളക്കം അവളുടെ മുഖത്തേക്ക് പതിച്ചു. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവൾ അതരങ്ങളുടെ മേൽ ചൂണ്ടുവിരൽ വെച്ചു. പിന്നെ മെല്ലെ ആ മാല അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു. കാതിൽ കിടന്ന കമ്മലുകൾ മാറ്റി ആ ഡയമണ്ടിന്റെ കമ്മലുകൾ വിട്ടുകൊടുത്തു. ശേഷം അവളെ കൈകളിലെടുത്തുയർത്തി മിററിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു പെണ്ണിനാ നിമിഷം. ആ ഇരുളിലും ആ ഡയമണ്ടിന്റെ തെളിച്ചം അവളുടെ മുഖത്താകമാനം നിറഞ്ഞു നിന്നു. അതിർവ് പ്രണയത്തോടെ അവളെ നോക്കി. പിന്നെ മെല്ലെ ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഇനി മറ്റൊരു സമ്മാനം കൂടിയുണ്ട് എൻ്റെ നന്ദയ്ക്ക്. എന്താ ഏട്ടാ? ശ്രീനന്ദ ശരിക്കും സർപ്രൈസായി പോയിരുന്നു. കട്ടിലേക്ക് ഇരുത്തിയ അവളുടെ കാലെടുത്തവൻ മെല്ലെ മടിയിലേക്ക് വെച്ചു. പിന്നെ അവളിട്ടിരുന്ന പാവാട അല്പം ഉയർത്തി. അവന്റെ കയ്യിൽ കരുതിയ മറ്റൊരു ബോക്സിൽ നിന്നും പൊന്നിന്റെ കൊലുസെടുത്ത് അവളുടെ കാലിലേക്ക് ചേർത്ത് വെച്ചു. വെളുത്തു മെലിഞ്ഞ കാൽപാദങ്ങളിൽ ആ സ്വർണ്ണക്കൊലുസ് ചുറ്റിപ്പിണഞ്ഞങ്ങനെ കിടക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. കാലിലേക്ക് അത് ചേർത്ത് വെച്ച ശേഷം അതിർവ് കടിച്ചുകൊണ്ട് ആ കൊളുത്തടുപ്പിച്ചപ്പോൾ അവന്റെ ചുടുശ്വാസം അവളുടെ കാലിൽ തട്ടി. ശ്രീനന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാണവും പരിവേശവും ഒരുപോലെ കടന്നു വന്നു. അവൾ മെല്ലെ കാല് പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങിയതും അതിർവ് കാൽവിരലുകളിൽ ഒന്ന് കടിച്ചുകൊണ്ട് മെല്ലെ ആ കാൽപാദത്തെ ചുംബിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ച് മറ്റേതോ ലോകത്തെന്നതുപോലെ ശ്രീനന്ദ ഒരിരുപ്പിരുന്നു പോയി. അതിർവിന്റെ കൈ കാലിലൂടെ ഇഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു പിടച്ചിലൂടെ കണ്ണുകൾ തുറന്നവൾ ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. ഒരു വേള അവരുടെ ഉള്ളിലെ പ്രണയത്തിന്റെ ഭാഷ മൗനമായി മാറി. അതിർവ് അവളെ അവന്റെ ശരീരത്തിലേക്ക് വലിച്ചടുപ്പിച്ചു. ഇറുകി പുൽകിയിട്ടും അവന് മതിയാവുന്നില്ല. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്റെ പെണ്ണ്, ഇവൾ തന്റെ മനം അത്രമേൽ കവർന്നിരുന്നുവെന്ന് അവൻ അറിയുകയായിരുന്നു. നന്ദയെ അടുത്ത് കണ്ട നിമിഷം ചേർത്ത് വാരി പുണരാൻ ഓടി വന്നതാ. പക്ഷെ സമയമപ്പോൾ 11:40. പെണ്ണിന്റെ ബർത്ത്ഡേ ആകാൻ ഇനിയും കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. അതിന് ക്ഷമയില്ലാതെ കിടക്കയിൽ വന്നിരുന്നു. ചുരുണ്ടുകൂടി ഉറങ്ങുന്നവളെ കണ്ടതും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ കൂടെ കയറി കിടക്കുമായിരുന്നു. 12 മണിയായപ്പോഴാണ് പെണ്ണിനെ ഒന്ന് കെട്ടിപ്പിടിച്ചത്. അപ്പോഴേക്കും അവൾ ചാടി എണീറ്റു. ഓർത്തപ്പോൾ അതിർവ് ചിരിച്ചുപോയി. അപ്പോഴാണ് അവന്റെ നെഞ്ചിൽ അവളുടെ കണ്ണീർ പതിഞ്ഞത്. നന്ദേ, അവൻ അവളുടെ മുഖം മേൽപോട്ട് പിടിച്ചുയർത്തി. എടാ, എന്താടാ ഇത്? ഞാൻ ഞാൻ എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു ഭർത്താവാടോ? അതിർവ് അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവളുടെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തു. തുടരും. എന്നത്തെയും പോലെ നിയോഗത്താലി വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു പോണേ.
സ്നേഹത്തോടെ മിത്ര. താങ്ക് യു.